ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം ഇന്ന് ക്രിപ്റ്റോ എന്താണ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് മൂവ് ചെയ്തോ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് മാർക്കറ്റ് ഈ ഒരു സോൺ 4 hour നമ്മുടെ സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യും എന്നായിരുന്നു ഓൾറെഡി പറഞ്ഞിരുന്നത്. എക്സാക്റ്റ് മാർക്കറ്റ് 4 hour സപ്ലൈയിൽ നിന്ന് ഏകദേശം മാർക്കറ്റ് ഒരു 2600 പോയിന്റ് മാർക്കറ്റ് ഇന്നലെ ഓൾറെഡി മൂവ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് ബൈയിങ് നടന്നിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി ഇവിടെ കുറേ സെല്ലേഴ്സിനെ ഓൾറെഡി ട്രാപ്പ് ചെയ്തു. എക്സാക്റ്റ് ഇവിടെയുള്ള ഈ ലിക്വിഡിറ്റി വരെ മാർക്കറ്റ് എന്ത് ചെയ്തു? നിങ്ങൾ 4 hourലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇവിടെയുള്ള എക്സാക്റ്റ് ലിക്വിഡിറ്റീസും ടേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? താഴത്തേക്കൊരു മൊമെൻറ്റം ഓൾറെഡി തന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഇന്നലത്തെ ഈ ഒരു ട്രേഡ്സിൽ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ഓൾറെഡി എടുത്തിരുന്നു. ശേഷം നമ്മൾ ഇന്നിപ്പം നിലവിൽ നമുക്ക് ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി റണ്ണിങ് ആണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു സെൽ എൻട്രി ഓൾറെഡി എടുത്തിരുന്നു. നമ്മുടെ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ബേസിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ട്രേഡ് സെറ്റപ്പിലെ ബേസിനെയും കൂടെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഓൾറെഡി ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. സ്റ്റിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഈ ഒരു ട്രേഡ്സിലുണ്ട്. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആവും എന്ന് തന്നെ പ്രതീക്ഷിച്ച് എടുത്തൊരു ട്രേഡ്സാണിത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്. നമ്മൾ ഏകദേശം ഒരു 1:1.7 അടുത്താണ് ഈ ഒരു RR പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ഒരു റേഞ്ചിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 300-350 പോയിൻ്റാണ് ഓൾറെഡി നമ്മൾ SL പ്ലാൻ ചെയ്യുന്നത്. എന്നാലും നമ്മൾ SL ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുറച്ച് ബഫർ ചെയ്ത് SL കയറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റിൽ ഈ ഒരു നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഈ ഒരു ട്രേഡ്സിൽ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് സെൽ സൈഡിലേക്ക്. സ്റ്റിൽ നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്. നിങ്ങൾ 4 hourലേക്ക് സ്വിച്ച് ചെയ്താൽ ഓൾറെഡി കാണാൻ സാധിക്കും മാർക്കറ്റ് ഫുൾ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്കുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഈ 1 hour ഡിമാൻഡ് ഓൾറെഡി നിങ്ങൾ 1 hourലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇത് 1 hour ഡിമാൻഡ് സോൺ ആണ്. ഈ ഒരു ഡിമാൻഡ് സോൺ മാർക്കറ്റ് ഫെയിലാക്കണം. നിലവിൽ സ്ട്രക്ചർ അനുസരിച്ച് എന്ത് ചെയ്യണം? മാർക്കറ്റ് ഈ ഒരു 1 hour സോൺ ഫെയിലാക്കണം. ശേഷം താഴത്തുള്ളത് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യണം. ഏകദേശം 59,500 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4000-4500 പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇതാണ് സ്റ്റിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി ഇവിടെ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രയൽ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിൽ എക്സിറ്റ് ചെയ്യത്തില്ല. അതിന് പകരം നമ്മൾ താഴത്തേക്ക് ട്രയൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഈ ഒരു ടാർഗറ്റ് നമ്മൾ നിലവിൽ നോക്കും. അതിനുശേഷം ഇത് ബ്രേക്ക് ആയതിനു ശേഷം പുൾ ബാക്ക് നമ്മൾ അടുത്ത ക്വാണ്ടിറ്റി ആഡ് ചെയ്തതിനു ശേഷം ഈ ഒരു റേഞ്ചിലേക്ക് ട്രയൽ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 1:9 RRലേക്ക് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഇങ്ങനെ ഒരു ട്രേഡ്സ് കിട്ടിയാൽ തന്നെ നമുക്ക് മറ്റ് ട്രേഡ്സുകളൊന്നും എടുക്കേണ്ട വരത്തില്ല. ഈ ഒരു ട്രേഡ്സ് അത്യാവശ്യം ഹോൾഡ് ചെയ്ത് ഇത് നമ്മൾ അത്യാവശ്യം പ്രതീക്ഷിക്കുന്ന ട്രേഡ്സാണ്. ഇത് ഹോൾഡ് ചെയ്ത് മാക്സിമം RR കളക്ട് ചെയ്യാൻ തന്നെയാണ് നിലവിൽ. ഒരു 1:2 അല്ലെങ്കിൽ 1:1.5 മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രയൽ ചെയ്യാൻ ആരംഭിക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. ഈ 61,200 അല്ലെങ്കിൽ 300 റേഞ്ച് ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും ഫൈനൽ ടാർഗറ്റ് ഈ ഒരു സോണുമാണ് നമ്മൾ നിലവിൽ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിൽ നിങ്ങൾക്കും ഈ ട്രേഡ്സ് ഓൾറെഡി നമ്മൾ ട്രേഡ്സ് എടുത്തപ്പോൾ തന്നെ നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഓൾറെഡി ഈ ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമുക്കതായത് നോക്കാം ഈ ഒരു ട്രേഡ്സ് പ്രോഫിറ്റിലേക്ക് പോവോ അതല്ലെങ്കിൽ SL അടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഇന്നെന്തായാലും ഒരു 6-7 മണിയൊക്കെ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഈ ഒരു പോയിന്റ് കവർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നാളത്തേക്ക് ഈ ഒരു റേഞ്ച് അത് ഡയറക്ഷൻ താഴത്തേക്കാണെങ്കിൽ നാളത്തേക്ക് ഈ ഒരു റേഞ്ചും ഓൾറെഡി കവർ ചെയ്യണം. ശേഷം ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്യണം. ഈ പുൾ ബാക്കിൽ ഉറപ്പായും നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ക്വാണ്ടിറ്റി അടിയും. ഓൾറെഡി നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് വന്നാൽ ഇവിടെ കൂടുതൽ ക്വാണ്ടിറ്റി അടിയും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും നാളെ നോക്കാം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നോ അല്ലെങ്കിൽ നമുക്ക് ഇത് ചെറിയൊരു SL ആണ്, ഈ SL ഹണ്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എന്തായാലും നോക്കാം. സ്റ്റിൽ ഈ ഒരു ട്രേഡ്സുമായിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.